പ്രിയമുള്ളവരെ, മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഓഫ് കേരള മാക് ഈ സംഘടന ആരംഭിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ മിമിക്രി താരങ്ങൾക്ക് ക്ഷേമനിധി സ്വരൂപിക്കുവാനായിട്ട് ഇവിടെ നടത്തുന്ന ഷോ സിദ്ദിഖ് ലാലും 41 മിമിക്രിക്കാരും ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ഷോയുമായി സഹകരിച്ച എല്ലാ മിമിക്രി താരങ്ങൾക്കും സാങ്കേതിക വിദഗ്ധർക്കും വിശിഷ്ട അതിഥികൾക്കും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി സിദ്ദിഖ് ലാലിനെ കുറിച്ചൊരു വാക്ക്. കൊച്ചിൻ കലാഭവൻ്റെ മിമിക്സ് പരേഡ് വേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തി സംവിധായകനായും നടനായും നിർമ്മാതാവുമായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന സിദ്ദിഖിനെയും ലാലിനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സിദ്ദിഖ് ആൻഡ് ലാൽ. പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ ചിരിയുടെ അംബാസിഡർമാരായ സിദ്ദിഖും ലാലും ഇതാ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇനി ലോക ചിരിയുടെ തന്നെ അംബാസിഡറായ ചാർലി ചാപ്ലിനെ ഈ മൈക്ക് ഞാൻ സിദ്ദിഖും ലാലിനും കൈമാറുവാനായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ ശശിധരൻ മട്ടന്നൂർ. പ്രിയ കലാസ്നേഹികളെ, നിങ്ങൾക്കെല്ലാവർക്കും മാക് അവതരിപ്പിക്കുന്ന കലാസംഗമത്തിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ കലാസംഗമത്തിൽ പങ്കെടുക്കുവാനായിട്ട് നിരവധി കലാപ്രതിഭകൾ നമ്മുടെ സ്റ്റേജിൻ്റെ പിറകിൽ നിൽപ്പുണ്ട്. അവരെ എല്ലാം ഞാൻ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. ആദ്യമായിട്ട് ഈ വേദിയിലെത്തുന്ന കലാപ്രതിഭ ശ്രീ കോട്ടയം രാജു. ഹലോ, നമസ്കാരം. ആരാ? ഞാൻ കോട്ടയം രാജു. ഒരാളെ ഞാൻ വിളിച്ചോളൂ. അതിന്റെ കൂടെ വന്നാണ്. ശരി, ഇതാരാ? കൂടെ വന്നാ ഇയാള് പറഞ്ഞേ. അതെ അതെ. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾ രണ്ടുപേരും ഈ പരിപാടി അവതരിപ്പിക്കാൻ ഇവിടെ വന്നതാണ്. എന്താ മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. മാക്ക് അവതരിപ്പിക്കുന്ന കലാസംഗമമാണ്. മനസ്സിലായി. എന്തൊക്കെയാണ് പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് മാക്ക് അസോസിയേഷനെ പറ്റി ഒരു പാരഡി എഴുതിയിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 3 ദിവസം കൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന മാക്ക് അസോസിയേഷൻ എന്താന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് ഒരു പാരഡി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതിയാണ് പാട്ട്? അല്ലല്ല, പിന്നെ എന്റെ കൂട്ടുകാരൻ എബി എഴുതിയതാ. എന്നിട്ട് എബി പാടത്തില്ലേ? ഇല്ല, എബി ഓടത്തേ ഉള്ളൂ പാട്ട് കഴിഞ്ഞ്. സാധാരണ പാടാം. അത് ശരി. ഓക്കെ. കേരള നാട്ടില് കോമഡി കാട്ടുന്ന മിമിക്രിക്കാരുടെ സംഘടന, കോമഡി താരങ്ങൾ എത്തിച്ചെന്നുണ്ടാക്കി മാക്കുന്ന പേരിൽ ഈ സംഘടന, കോമഡി താരങ്ങൾ എത്തിച്ചെന്നുണ്ടാക്കി മാക്കുന്ന പേരിൽ ഈ സംഘടന, ഇത് മിമിക്രിക്കാരുടെ സംഘടന. നാട്ടിലെ ചാനലിൽ ഏതെടുത്താലും നാട്ടുകാർക്ക് ഇഷ്ടം മിമിക്രി തന്നെ, നാട്ടിലെ ചാനലിൽ ഏതെടുത്താലും നാട്ടുകാർക്ക് ഇഷ്ടം മിമിക്രി തന്നെ. കണ്ണീര് തൂകുന്ന സീരിയൽ മാറ്റി കേട്ട് രസിക്കുന്ന കോമഡികൾ, കണ്ണീര് തൂകുന്ന സീരിയൽ മാറ്റി കേട്ട് രസിക്കുന്ന കോമഡികൾ. കേരള നാട്ടില് കോമഡി കാട്ടുന്ന മിമിക്രിക്കാരുടെ സംഘടന, കോമഡി താരങ്ങൾ ഒത്തുചേർന്നുണ്ടാക്കി മാക്കുന്ന പേരിൽ ഈ സംഘടന. ആരുടെ മുമ്പിലും കുമ്പിടാതെ ഇവർ നാട്ടിലെ തിന്മകൾ ചോദ്യം ചെയ്യും, ആരുടെ മുമ്പിലും കുമ്പിടാതെ ഇവർ നാട്ടിലെ തിന്മകൾ ചോദ്യം ചെയ്യും. ആക്ഷേപഹാസ്യങ്ങൾ കോമഡിയാക്കി പാരഡി ഗാനം ഒരുക്കിടുന്നു, ആക്ഷേപഹാസ്യങ്ങൾ കോമഡിയാക്കി പാരഡി ഗാനം ഒരുക്കിടുന്നു. കേരള നാട്ടിലെ കോമഡി കാട്ടുന്ന മിമിക്രിക്കാരുടെ സംഘടന, കോമഡി താരങ്ങൾ ഒത്തുചേർന്നുണ്ടാക്കി മാക്കുന്ന പേരിൽ ഈ സംഘടന.
സൂപ്പർ സ്റ്റാർ താരങ്ങൾ ആരെല്ലാം വന്നാലും കൂട്ടത്തിൽ കോമഡി താരം വേണം. മലയാള സിനിമയ്ക്ക് മാറ്റുകൂട്ടാനായി സിദ്ദിഖ് ലാൽ ദിലീപ് ജയറാം, ഹരിശ്രീ അശോകൻ സലീം മച്ചാനും സൂരാജ് സൂപ്പർ മിമിക്രിക്കാരാ. ഹരിശ്രീ അശോകൻ സലീം മച്ചാനും സൂരാജ് സൂപ്പർ മിമിക്രിക്കാരാ. കേരള നാട്ടിലെ കോമഡി കാട്ടുന്ന മിമിക്രിക്കാരുടെ സംഘടന, കോമഡി താരങ്ങൾ ഒത്തുചേർന്നുണ്ടാക്കി മാക്കുന്ന പേരില സംഘടന. യുഎസ്എയിലുള്ളൊരു അച്ചായനും വേണം കോമഡി കാട്ടുന്ന കൂട്ടുകാരെ. ഗൾഫിൽ ചെന്നാലും ആഘോഷം വന്നാലും മിമിക്രിക്കാരെ വിളിച്ചിടുന്നു. മലയാളി എവിടുണ്ടോ അവിടെല്ലാം വേണം മിമിക്രിക്കാരുടെ കോമഡികൾ. മലയാളി എവിടുണ്ടോ അവിടെല്ലാം വേണം മിമിക്രിക്കാരുടെ കോമഡികൾ. കേരള നാട്ടിലെ കോമഡി കാട്ടുന്ന മിമിക്രിക്കാരുടെ സംഘടന, കോമഡി താരങ്ങൾ ഒത്തുചേർന്നുണ്ടാക്കി മാക്കുന്ന പേരില സംഘടന. കോമഡി താരങ്ങൾ ഒത്തുചേർന്നുണ്ടാക്കി മാക്കുന്ന പേരിൽ ഈ സംഘടന, മാക്കുന്ന പേരിൽ ഈ സംഘടന, അത് മാക്കുന്ന പേരിൽ ഈ സംഘടന, മാക്കുന്ന പേരിൽ ഈ സംഘടന. കൊള്ളാം, കലക്കി. താങ്ക് യു. എന്റെ രാജു, നമ്മുടെ ഈ സംഘത്തിൽ നല്ല പാട്ട് മാത്രം പോരാ, പിന്നെ അല്പം സ്കിറ്റ് ഒക്കെ വേണം. എന്തിനും വളിപ്പ് തമാശ. പിന്നെ തമാശയൊക്കെ ഉണ്ടല്ലോ. മിമിക്രി കാണിക്കൂ. പിന്നെ മിമിക്രി കാണിക്കും.